വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കാസർഗോഡ് നിന്ന് കേട്ടത്. വിദ്യാർത്ഥിയുടെ കർണപുടം അധ്യാപകൻ അടിച്ചു പൊട്ടിച്ചു. എന്തിനാണ് അടിച്ചതെന്ന് കേൾക്കണോ നിങ്ങൾക്ക്? തിങ്കളാഴ്ച അസംബ്ലി നടക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങുന്നത്. ഹെഡ് മാസ്റ്റർ എം അശോകൻ വിദ്യാർത്ഥികൾക്ക് നിർദ്ദേശം നൽകുന്നതിനിടെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ അഭിനവ് കൃഷ്ണ കാൽ കൊണ്ട് ചരലൊന്ന് നീക്കി. ഇത് അധ്യാപകന് ഇഷ്ടപ്പെട്ടില്ല. കുട്ടിയെ വേദിയിലേക്ക് വിളിച്ചു. സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും മുന്നിൽ വെച്ച് കരണത്തടിച്ചു. ഇതിൽ അന്വേഷണത്തിന് ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി. കുട്ടിയുടെ കർണപുടം തകർന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. ഇതുവരെ പരാതി ഒന്നും കൊടുത്തിട്ടില്ല. ഞാൻ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുമായി ഫോണിൽ രാവിലെ സംസാരിച്ചു. ഇതിനെ സംബന്ധിച്ചിടത്തോളം ഒരു സത്യസ്ഥിതി അന്വേഷിക്കാൻ വേണ്ടി ഞാൻ സൂചിപ്പിച്ചു. ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ എല്ലാ സ്കൂളുകളിലും ഉണ്ടാകും. അധ്യാപകരെ അങ്ങനെ ശത്രുക്കളായി നമ്മൾ കാണേണ്ട കാര്യമൊന്നുമില്ല. അത്തരം എല്ലാ പ്രശ്നങ്ങളും ഒരു വലിയ വിവാദ പ്രശ്നങ്ങളാക്കി മാറ്റുന്നത് നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തിന്റെ വളർച്ചയ്ക്ക് അത്ര ഗുണമല്ല. എന്നാൽ അധ്യാപകർ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അധ്യാപകന്റെ അടിയേറ്റ അഭിനവ് കൃഷ്ണയുടെ മൊഴി രേഖപ്പെടുത്താൻ ഇന്ന് കാസർഗോഡ് ഡി മധുസൂദനൻ എത്തിയിരുന്നു. ഹെഡ് മാസ്റ്റർ പക്ഷേ ഇന്ന് സ്കൂളിലേക്ക് എത്തിയിരുന്നില്ല. കുണ്ടംകുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹെഡ് മാസ്റ്റർ എം അശോകനെതിരെ ഇപ്പോൾ ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. ഞാൻ അസംബ്ലിക്ക് കാലിൻ്റെ അടുത്തുള്ള കാലോട് ചറിഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മാഷനെ അടുത്തേക്ക് വെച്ചിട്ട് ഷോൾഡർ പിടിച്ച് വലിച്ചിട്ട് ഇങ്ങോട്ട് റൈറ്റ് സൈഡിൽ തന്നെ കവിളത്ത് കല്ല് വരും. എന്നിട്ട് മാഷനെ കൊണ്ടുപോയിട്ട് ചായയും അരിയും വാങ്ങിക്കുന്നു. അപ്പോൾ ഹോട്ടലിലേക്ക് പോലീസ് ഇറങ്ങിയിട്ടാകുമ്പോൾ ചോദിച്ചു അവനുള്ള കരിമീനും മാഷി പറഞ്ഞു. അസംബ്ലിക്ക് തല കറങ്ങി വീണിട്ടാണ് കരിമീൻ പറഞ്ഞു. പിന്നെ ആരും വിളിച്ചിട്ടൊന്നുമില്ല, മാഷന്മാർ ആരും വിളിച്ചിട്ടൊന്നുമില്ല. ഈ വിഷയമാണ് നമ്മൾ വരുന്ന അരമണിക്കൂറിൽ സംസാരിക്കാൻ പോകുന്നത്. എം മാധവൻ, അദ്ദേഹം കുണ്ടംകുഴി GHSSന്റെ PTA പ്രസിഡന്റാണ്. അദ്ദേഹം നമുക്കൊപ്പം അതിഥിയായി ചേരുന്നുണ്ട്. അതോടൊപ്പം KPSTയെ പ്രതിനിധീകരിച്ച് അബ്ദുൾ മജീദും നമുക്കൊപ്പം അതിഥിയായി ചേരുന്നുണ്ട്. രണ്ടുപേർക്കും സ്വാഗതം. ശ്രീ എം മാധവൻ, നമ്മളെല്ലാവരും നമ്മുടെ കുട്ടികളെ സ്കൂളുകളിലേക്ക് അയക്കുന്നത് അവരെ നോക്കാൻ, നല്ല രീതിയിൽ പഠിപ്പിക്കാൻ അവിടെ അധ്യാപകരുണ്ടെന്ന വിശ്വാസത്തിലാണ്. അത് എല്ലാവരുടെയും കാര്യമാണ്, ഒരാളുടെ മാത്രമല്ല, എല്ലാവരുടെയും കാര്യം അങ്ങനെയാണ്. അധ്യാപകരെ വിശ്വസിച്ചാണ് നമ്മൾ കുട്ടികളെ സ്കൂളുകളിലേക്ക് അയക്കുന്നത്. അതേ അധ്യാപകൻ തന്നെ എല്ലാ കുട്ടികൾക്കും അധ്യാപകർക്ക് മുന്നിൽ നിന്ന് അവന്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ഉപദ്രവിച്ചാൽ പിന്നെ എന്ത് വിശ്വാസം? ശ്രീ മാധവൻ, കേൾക്കാമോ? കാസർഗോഡ് ജില്ലയിൽ കേൾക്കാം, പറഞ്ഞോളൂ. കാസർഗോഡ് ജില്ലയിൽ വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും മികച്ച നിൽക്കുന്ന ഒരു വിദ്യാലയമാണ് കുണ്ടംകുഴി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ. കഴിഞ്ഞ 3 വർഷക്കാലമായി ഇപ്പോൾ നമ്മൾ ആരോപണ വിധേയനായിട്ടുള്ള HMന്റെ നേതൃത്വത്തിലാണ് നല്ല രൂപത്തിനകത്തുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളാണ് നടത്തി വരുന്നത്. ജില്ലക്കും സംസ്ഥാനത്തിനും മാതൃകയായിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ HMന്റെയും അതുപോലെ തന്നെ പ്രിൻസിപ്പാളിൻ്റെയും PTA സഹകരണത്തിൽ ആണ് ഈ 3 വർഷക്കാലം നടത്തിയത്. ഇന്നുണ്ടായ സംഭവം എന്നുള്ളത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്കൂൾ അസംബ്ലിയിൽ വിളിച്ചു ചേർക്കുകയും സ്കൂളിൻ്റെ പുതിയതായി അനുവദിച്ച ബിൽഡിങ്ങിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടന്നു വരികയാണ്. ആ നിർമ്മാണ പ്രവർത്തനം നടന്ന സാഹചര്യത്തിനകത്ത് കുട്ടികൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് അത്തരത്തിൽ അസംബ്ലി യോഗം വിളിച്ചത്. തിരിക്കായി പറഞ്ഞാൽ അവിടെ JCB ഉപയോഗിച്ചുകൊണ്ട് ട്രെഞ്ചിങ് ഉൾപ്പെടെയുള്ള വർക്ക് നടക്കുന്നുണ്ട്. കാലാവസ്ഥ മഴ ഉൾപ്പെടെ ഉള്ളതുകൊണ്ട് തന്നെ കുഴിയിൽ വെള്ളം നിറയുന്ന സാഹചര്യമുണ്ട്. ഇതെല്ലാം കുട്ടികൾ ആ പ്രദേശത്തിനകത്ത് പോകേണ്ടതില്ല എന്നുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് അസംബ്ലി യോഗം വിളിച്ചത്. അസംബ്ലി യോഗത്തിൽ മുഴുവൻ കുട്ടികളും ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണമെന്ന് പല പ്രാവശ്യം HM പറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഇതിനെയൊന്നും പ്രത്യേകിച്ച് ശ്രദ്ധിക്കാതെ നിൽക്കുന്ന ഒരു കുട്ടിയെ HM അങ്ങോട്ട് അസംബ്ലി ഹാളിൽ നിന്ന് അങ്ങോട്ട് വിളിക്കുകയും ഒരു കയ്യിൽ HMൻ്റെ കയ്യിൽ മൈക്ക് ഉണ്ടായിരുന്നു, മറ്റേ കൈ കൊണ്ട് ഒരു ഷോൾഡറിന് അടിക്കണമെന്നല്ല, ചെറിയ തോതിൽ അടിക്കണമെന്ന ഉദ്ദേശത്തിൽ കൈ വീശി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ലക്ഷ്യം തെറ്റി കുട്ടിയുടെ ചെവിയിലേക്ക് അല്ലെങ്കിൽ കർണപടത്തിലേക്ക് എത്തുന്ന സ്ഥിതിയുണ്ടായി. അത് ഗുരുതരമായ രൂപത്തിൽ
പ്രയാസമുണ്ടായി എന്ന് മനസ്സിലാക്കിയിട്ടില്ല. അന്ന് തന്നെ രക്ഷിതാക്കൾ നമ്മളെ ബന്ധപ്പെട്ടിട്ടുണ്ട്. രക്ഷിതാക്കളെ നമ്മൾ പോയി കണ്ടിട്ടുണ്ട്, കുട്ടിയുടെ വീട്ടിൽ പോയി സന്ദർശിച്ചിട്ടുണ്ട്. മറ്റു കാര്യങ്ങളെല്ലാം PTA കമ്മിറ്റിയും അധ്യാപകന്മാരും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് കുട്ടിക്ക് വലിയൊരു പ്രയാസം ഇല്ല. ഈ അടിച്ചു പറഞ്ഞ് അടി കിട്ടിയ കുട്ടി പിറ്റേ ദിവസം സ്കൂളിൽ വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പരിക്കത്ര നിസാരമായ പരിക്ക് മാത്രമാണ് കുട്ടിക്ക് സംഭവിച്ചത്. മാഷെ സംബന്ധിച്ചോളം മാഷ ഒരു സമയത്തും അങ്ങനെ ശ്രീ മാധവൻ ഇപ്പൊ ആ സമയത്ത് തന്നെ ആ വേദിയിൽ വെച്ച് തന്നെ ആ കുട്ടി കരഞ്ഞിരുന്നു. അവസാനം അധ്യാപകരൊക്കെ കൂടി അവനെ അഭിനവനെ ആശ്വസിപ്പിക്കുകയായിരുന്നു. ഇനി എന്താണെങ്കിലും നമുക്ക് അവന് പ്രയാസം ഉണ്ടായിരുന്ന നാളെ ഇപ്പൊ സ്കൂളിൽ വരും, ഇല്ലെങ്കിൽ സ്കൂളിൽ വരാതിരിക്കാൻ കഴിയുമോ? 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയല്ലേ? അതെ, സ്കൂളിൽ പിറ്റേ ദിവസം സ്കൂളിൽ പിന്നെ വന്നിരുന്നു. ഉച്ചയോടുകൂടി രക്ഷിതാക്കൾ ഉൾപ്പെടെ സ്കൂളിലേക്കെത്തി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിച്ചു. കൃത്യമായ രൂപത്തിൽ സ്കൂളിൽ നിന്ന് ആവശ്യമായ മറുപടിയും കാര്യങ്ങളും കൊടുത്തു. അവർ തൃപ്തരായിട്ട് തന്നെയാണ് വീട്ടിലേക്ക് പോയത്. അന്ന് കുട്ടിക്ക് രാത്രി ചെവി വേദന അനുഭവപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് ഡോക്ടറെ കാണുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ശ്രീ മാധവൻ, ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഇപ്പൊ താങ്കൾ PTA പ്രസിഡന്റ് കൂടിയാണല്ലോ. ഇപ്പൊ ഈ ഒരു പരാതി, ഈ ഒരു കേസ് ഒതുക്കി തീർക്കാൻ പണം കൊടുക്കാൻ 1 ലക്ഷം രൂപ വരെ കൊടുക്കാൻ, എന്നിട്ട് കേസ് ഒതുക്കി തീർക്കാൻ പരാതിയുമായി മുന്നോട്ട് പോകാതിരിക്കാൻ കുടുംബത്തെ ബന്ധപ്പെട്ടു ഈ പ്രധാന അധ്യാപകൻ അശോകൻ എന്നും കേൾക്കുന്നു. അതിൽ PTA അന്വേഷിച്ചപ്പോൾ എന്തെങ്കിലും വാസ്തവം കണ്ടെത്തിയിട്ടുണ്ടോ? പ്രധാന അധ്യാപകൻ എന്ന രൂപത്തിൽ PTA ഈ കുട്ടിയുടെ വീട്ടിൽ പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. സ്കൂളിലെ അധ്യാപകരും PTA പ്രസിഡന്റ് എന്ന രൂപത്തിലാണ് ആ കുട്ടിയുടെ വീടുകൾ സന്ദർശിക്കുകയും. ഞാൻ ചോദിച്ചത് ഇങ്ങനെ പണം കൊടുത്ത് കേസ് ഒതുക്കാൻ ഒരു ശ്രമം ഉണ്ടായി, അങ്ങനെ PTAക്ക് വല്ല അറിവുമുണ്ടോ? പണം കൊടുത്ത് കേസ് ഒതുക്കാനുള്ള ഒരു ശ്രമവും PTAയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. PTAയുടെ ഭാഗത്തുനിന്നുണ്ടായി എന്നല്ല ഞാൻ ചോദിക്കുന്നത്. പ്രധാന അധ്യാപകൻ അശോകന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ എന്തെങ്കിലും ശ്രമം നടന്നു എന്ന് കുടുംബം PTAയിലെ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, പ്രധാന അധ്യാപകൻ അങ്ങനെ പണം കൊടുത്ത് ഒതുക്കുന്നതായി ശ്രദ്ധയിൽ വന്നിട്ടില്ല. ഇല്ല. നമുക്ക് ആ കുട്ടിയുടെ അമ്മയുടെ പ്രതികരണം ഒന്ന് കേട്ടിട്ട് ഞാൻ അബ്ദുൾ മജീദിലേക്ക് തിരിച്ചു വരാം. അച്ഛമ്മനെ കാണാൻ വേണ്ടി ഓഫീസിൽ പോയിട്ടാകുമ്പോൾ അയാൾ എന്നോട് പറഞ്ഞു ഡിസിപ്ലിൻ ഇല്ലാതെ എനിക്ക് തരിയെന്ന് പറഞ്ഞു. പിന്നെ ആർന്ന് പിന്നെ ഞാൻ പറഞ്ഞു ഡിസിപ്ലിൻ ഇല്ലാത്ത അങ്ങനത്തെ കുഞ്ഞെല്ലാം ഞാൻ പറഞ്ഞു. അപ്പോൾ അവന് ആരോഗ്യപരമായിട്ട് പിന്നെ ആഹാരമൊന്നും ശരിക്കും കഴിക്കുന്നില്ലെന്ന് ഞാൻ ചോദിച്ചു സാറ്. എൻ്റെ ചൊവ്വാഴ്ച ഞാൻ ഇവിടെ താലൂക്ക് ആസ്പത്രിയിൽ കാണിച്ചു ബ്ലഡ്. അപ്പോൾ അവർ പറഞ്ഞു വേണ്ടി ഡോക്ടറെ കാണിക്കണം. അങ്ങനെ കാസർഗോഡ് പോയി കിംസിൽ വിംസൈഡ് മാധവൻ ഡോക്ടറെ കാണിച്ചു. അയാൾ പറഞ്ഞു സ്കാൻ ചെയ്യണം, കർണപടം പൊട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ സ്കാൻ ചെയ്തിട്ട് ഇന്നലെയാണ് റിപ്പോർട്ട് കിട്ടിയത്. അപ്പോൾ അതിൽ പറയുന്നു അവന് കേൾവിക്ക് കുറച്ച് പിന്നെ കുറവുണ്ടെന്ന് പറയുന്നു. പിന്നെ അതേപോലെ ജലദോഷം, ചുമ, പിന്നെ ഇത് ചെവിയിലിങ്ങനെ വെള്ളം കയറിയാൽ ഇൻഫെക്ഷനാവും, അതുകൊണ്ട് പിന്നെ ഓപ്പറേഷൻ വേണ്ടി വരുന്നു അങ്ങനെ പറയുന്നു. ശ്രീ അബ്ദുൾ മജീദ്, ഇപ്പം ആ കുഞ്ഞിന്റെ അമ്മയുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. നോക്കിപ്പം PTA പ്രസിഡന്റ് പറഞ്ഞതും താങ്കൾ കേട്ട് കാണുമായിരിക്കും. പ്രധാന അധ്യാപകന്റെ ഒരു കൈയിൽ മൈക്കുണ്ടായിരുന്നു, മറ്റൊരു കൈ കൊണ്ട് ഷോൾഡറിൽ അടിക്കാനാണ് ശ്രമിച്ചത്. അപ്പോൾ അറിയാതെ ആണ് ഈ മുഖത്തടി പറ്റിയത് എന്നാണ് PTA അന്വേഷിച്ചപ്പോൾ കണ്ടെത്തിയത്, പ്രാഥമികമായി കണ്ടെത്തിയത് അങ്ങനെയാണെന്ന് തോന്നുന്നു. ഇപ്പൊ സ്കാനിങ്ങിൽ ഈ കർണപടം പൊട്ടിയിട്ടുണ്ടെന്ന് എന്തായാലും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഷോൾഡറിൽ അടിക്കാൻ സാധാരണ രീതിയിൽ ഒരു വാർണിംഗ് എന്ന നിലയിൽ അടിക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ ഉള്ള ഒരു അധ്യാപകന്റെ അടിയിൽ ഒരു വിദ്യാർത്ഥിയുടെ കർണപടം പൊട്ടുമോ? അങ്ങനെയാണോ വേണ്ടത് ശ്രീ അബ്ദുൾ മജീദ്? അതിൽ കാസർഗോഡ് ജില്ലയിലെ 2000-ഓളം കുട്ടികൾ പഠിക്കുന്ന ഒരു വിദ്യാലയമാണ് ഈ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ കുണ്ടംകുഴി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിലെ ഈ അഭിനവ് കൃഷ്ണ എന്ന് പറയുന്ന കുട്ടിക്ക് ഈ ഒരു സംഭവം ഉണ്ടായത് എന്തായാലും നമുക്ക് ന്യായീകരിക്കാൻ പറ്റാത്ത രീതിയിലാണ് എന്നാണ് എൻ്റെ വിശ്വാസം. പ്രത്യേകിച്ച് രക്ഷിതാക്കൾ കുട്ടികളെ വിദ്യാലയങ്ങളിലേക്ക് പറഞ്ഞയക്കുന്നത് വിദ്യ അഭ്യസിക്കുന്നതിനും അതോടൊപ്പം തന്നെ തൻ്റെ വീട്ടിൽ നിന്ന് രക്ഷിതാക്കളിൽ നിന്ന് കിട്ടുന്ന അതേ പരിഗണന അധ്യാപകരുടെ കയ്യിൽ നിന്നും കിട്ടുമെന്ന പ്രതീക്ഷ വെച്ചുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും സ്കൂളിൽ വരുന്ന ഓരോ കുട്ടിയും, തൻ്റെ ക്ലാസ്സിലുള്ള ഓരോ കുട്ടിയും അത് അവരുടെ മക്കളെപ്പോലെയാണ്
നാം കരുതുന്നത്. ഈ കുറച്ച് കാലമായിട്ട് ഈ അധ്യാപകനെതിരെ അല്ലെങ്കിൽ അധ്യാപകർക്കെതിരെ ഏതെങ്കിലും രീതിയിലുള്ള പോക്സോ കേസുകളോ അതല്ലെങ്കിൽ അവരെ ശിക്ഷിച്ചു എന്ന് പറഞ്ഞോ അവരെ പ്രയാസപ്പെടുത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അധ്യാപകനോട് ഏതെങ്കിലും തരത്തിലുള്ള വൈരാഗ്യമുണ്ടായാൽ ആ വൈരാഗ്യം തീർക്കുന്നതിന് വേണ്ടി ഇത്തരം കേസുകൾ വരുന്ന ഒരു സാഹചര്യം കുറച്ച് കാലങ്ങളായിട്ടുണ്ടായിരുന്നു. അത് സത്യത്തിൽ കുട്ടികളെ ശിക്ഷിക്കുന്ന നിലപാടിൽ നിന്ന് മാറിപ്പോകുന്ന ഒരവസ്ഥയുണ്ടായി. ഇവിടെ സംഭവിച്ചത് ചെകിടത്തടിച്ചു എന്നുള്ളതാണ്. അത് സ്വാഭാവികമായിട്ടും ഒരു അധ്യാപകൻ്റെ ഭാഗത്തു നിന്ന് വരാൻ പാടില്ലാത്തതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് മുഖം, ചെകിട്, തല തുടങ്ങിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ കുട്ടികളെ അടിക്കുക എന്നുള്ളതൊരു ശരിയായ രീതിയല്ല. സ്വാഭാവികമായിട്ടും നമുക്ക് ഏതെങ്കിലും രീതിയിലുള്ള കുട്ടിയെ ശിക്ഷിക്കണമെങ്കിൽ അതിന് കാൽപാദത്തിൻ്റെ താഴെ അല്ലെങ്കിൽ ആ വടി കൊണ്ടടിക്കുന്ന ഒരു രീതിയൊക്കെ മുൻകാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. അതും ഇപ്പോൾ സ്വാഭാവികമായിട്ടും പല കാരണങ്ങൾ കൊണ്ട് ഇല്ലാതെ പോകുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം. അതിൻ്റെ ഒരു ക്ഷീണം വിദ്യാലയ അന്തരീക്ഷത്തിലൊക്കെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഈ ചെകിടത്തടിച്ച് ആ അമ്മയുടെ ആ പ്രതികരണം കേട്ടപ്പോൾ വലിയ വിഷമം തോന്നുന്നു. കർണപടം പൊട്ടി എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ സംഭവിച്ചു എന്നതിനെക്കുറിച്ച് ഒരു കൃത്യമായ അന്വേഷണം നടത്തി മുന്നോട്ട് പോകണം. അതോടൊപ്പം തന്നെ മേലിൽ ഇത്തരം അനുഭവങ്ങൾ ഒരാൾക്കും ഇല്ലാതിരിക്കാൻ വേണ്ടി അധ്യാപക സമൂഹം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ശ്രീ എം മാധവൻ, താങ്കൾ നേരത്തെ സൂചിപ്പിച്ചു ആ സ്കൂളിൽ നിർമ്മാണ പ്രവർത്തികളൊക്കെ നടക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ കുട്ടികൾക്ക് നൽകാൻ വേണ്ടിയായിരുന്നു പ്രധാന അധ്യാപകൻ അശോകൻ ശ്രമിച്ചിരുന്നതെന്ന്. കുട്ടികളാണ് സ്വാഭാവികമായും അഭിനവ് പറയുന്ന കാര്യം, അവൻ നിൽക്കുന്ന ഭാഗത്ത് ചരലുണ്ടായിരുന്നു, അതിൽ തട്ടി വഴുതി വീഴാൻ പോയി, അപ്പോൾ അത് അവിടെ നിന്ന് നീക്കാൻ ശ്രമിച്ചു. കുട്ടികളല്ലേ, ആ കുട്ടികളെ ഇങ്ങനെയാണോ കൈകാര്യം ചെയ്യേണ്ടത് ഒരു പ്രധാന അധ്യാപകൻ? ഇപ്പോൾ നിങ്ങളത് പലതരത്തിൽ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് കേട്ടു. മുഖത്തല്ല അടിക്കാൻ ശ്രമിച്ചത്, ഷോൾഡറിലാണ് അടിക്കാൻ ശ്രമിച്ചത്, പിറ്റേ ദിവസം സ്കൂളിൽ വന്നു, അന്ന് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ന്യായീകരിക്കുകയാണോ വേണ്ടത്? ഒരു പ്രധാന അധ്യാപകൻ ഒരു കുട്ടിയെ ഈ രീതിയിൽ കൈകാര്യം ചെയ്യുന്ന വാക്ക് ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഒരു തരത്തിലും ന്യായീകരിക്കുന്ന കാര്യം പി ടി എയുടെ ഭാഗത്തുനിന്നോ ഞാനിപ്പോൾ സംസാരിച്ച ഭാഗത്തുനിന്നുണ്ടായി. ഞാൻ അതിൻ്റെ യഥാർത്ഥ ചിത്രം നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. ഒരു തരത്തിലും HMനെ സംരക്ഷിക്കുന്ന നിലപാട് പി ടി എയുടെ ഭാഗത്തുനിന്ന് ഇല്ല. തീർച്ചയായിട്ടും എന്ത് നടപടിയായിരിക്കും സ്വീകരിക്കുക? HMനെതിരെ ഇപ്പോൾ തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കുന്നത് മന്ത്രി ഉൾപ്പെടെ ബാലാവകാശ കമ്മീഷൻ ഉൾപ്പെടെ കേസെടുത്ത് നടപടിയിലേക്ക് പോകാനുള്ള സാഹചര്യം നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. അതുവരെ ഈ അന്വേഷണം പൂർത്തിയാകുന്നത് വരെ മാറി നിൽക്കാൻ PTA സ്കൂൾ മാനേജ്മെന്റ് ഈ അധ്യാപകനോട് ആവശ്യപ്പെട്ടോ? തീർച്ചയായും HMനെ ഈ ഒരു നടപടിക്രമം എന്താണെന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനൊരു തീരുമാനം വരുന്നവരെ ഇന്നിപ്പോൾ HM സ്കൂളിൽ വരുന്ന സ്ഥിതി ഉണ്ടായിട്ടില്ല. തീർച്ചയായിട്ടും അത് ആ സമയം വരെ തീർച്ചയായും മാറി നിൽക്കാൻ ആവശ്യമായ സാഹചര്യം PTA എന്ന രൂപത്തിൽ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിന്റെ സഹായത്തോടെ വരാതിരുന്നതല്ലോ. സ്വാഭാവികമായും ഇന്ന് പ്രതിഷേധമുണ്ടായിരുന്നു, വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി അദ്ദേഹം വരാതിരുന്നതല്ലേ? അല്ല, ഇന്ന് തീർച്ചയായും ഇന്ന് PTA ഉൾപ്പെടെ ഇന്ന് സ്കൂൾ വരേണ്ടതില്ല എന്നൊരു തീരുമാനം ഇന്നലെ PTA പ്രസിഡന്റ് എന്ന രൂപത്തിൽ HMനെ അറിയിച്ചിട്ടുണ്ട്. ഇപ്പം സ്വാഭാവികമായിട്ടും വിദ്യാഭ്യാസ വകുപ്പിന്റെ അന്വേഷണം ഉണ്ടാകും. PTA പ്രസിഡന്റ് എന്ന നിലയിൽ താങ്കൾ അടുത്ത് നിന്നുകൂടി താങ്കളുടെ അഭിപ്രായം എന്താണ് സംഭവിച്ചതെന്ന് താങ്കൾ അടുത്ത് നിന്ന് വിശദീകരണമൊക്കെ തേടുമായിരിക്കും. അപ്പോൾ താങ്കളുടെ PTAന്റെ ഒരു സ്റ്റാൻഡ് എന്താണ് ഈ വിഷയത്തിൽ? ഇങ്ങനെയുള്ള ഒരു പ്രധാന അധ്യാപകൻ അവിടെ തുടരേണ്ടതുണ്ടോ? തീർച്ചയായിട്ടും മാഷ ഭാഗത്തുനിന്ന് വലിയൊരു പെശക് പറ്റി എന്ന് തന്നെയാണ് PTAയുടെ തീരുമാനം. തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഇപ്പോൾ കുട്ടിയുടെ പരിക്ക്, കർണപടം പൊട്ടി എന്നുള്ളത് ഉൾപ്പെടെയുള്ളത് കൃത്യമായ വിവരമാണോ ഞങ്ങൾക്ക് സംശയമുണ്ട്. അതായത് കുട്ടിക്ക് അടി കിട്ടിയിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. അതിന്റെ പരിക്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് എന്തിലാണ് സംശയമുള്ളത്? അല്ല, കുട്ടിയുടെ കർണപടം പൊട്ടി എന്നൊക്കെ വാർത്ത കേൾക്കുന്നുണ്ട്. എത്ര കണ്ട് അതിന് വസ്തുത ഉണ്ട് നമുക്കറിയില്ല. ഞാൻ കേൾപ്പിക്കാം. ആ സ്കാനിംഗ് നടത്തിയതിന് സ്കാനിംഗ് റിസൾട്ട് കിട്ടാൻ വൈകി, അതുകൊണ്ടാണ്. അല്ല,
അതായത് ആ അതിനെക്കുറിച്ച് കൂടുതൽ എനിക്കറിയില്ല. കർണപടം പൊട്ടിയതായി അറിയില്ല. എനിക്ക് തോന്നുന്നു അമ്മയുടെ കേട്ടാൽ നമുക്ക് അതിലൊരു വ്യക്തത വരുമായിരിക്കും. എക്സാമിനെ കാണാൻ വേണ്ടി ഓഫീസിൽ പോയിട്ടാകുമ്പോൾ അയാൾ എന്നോട് പറഞ്ഞു ഡിസിപ്ലിൻ ഇല്ലാതെ എന്നോട് തല്ലിയെന്ന് പറഞ്ഞു. പിന്നെ ആർന്ന് പിന്നെ ഞാൻ പറഞ്ഞു ഡിസിപ്ലിൻ ഇല്ലാത്ത അങ്ങനത്തെ കുഞ്ഞെല്ലാം ഞാൻ പറഞ്ഞു. അപ്പോൾ അവന് ആരോഗ്യപരമായിട്ട് പിന്നെ ആഹാരമൊന്നും ശരിക്കും കഴിക്കുന്നില്ലെന്ന് ഞാൻ ചോദിച്ചു സാറ്. എൻ്റെ ചൊവ്വാഴ്ച ഞാൻ ഇവിടെ താലൂക്ക് ആസ്പത്രിയിൽ കാണിച്ചു ഗാഡത്ത്. അപ്പോൾ അവർ പറഞ്ഞു വേണ്ടി ഡോക്ടറെ കാണിക്കണം. അങ്ങനെ കാസർഗോഡ് പോയി കിംസിൽ മാധവൻ ഡോക്ടറെ കാണിച്ചു. അയാൾ പറഞ്ഞു സ്കാൻ ചെയ്യണം, കർണപടം പൊട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ സ്കാൻ ചെയ്തിട്ട് ഇന്നലെയാണ് റിപ്പോർട്ട് കിട്ടിയത്. അപ്പോൾ അതിൽ പറയുന്നു അവന് കേൾവിക്ക് കുറച്ച് പിന്നെ കുറവുണ്ടെന്ന് പറയുന്നു. പിന്നെ അതേപോലെ ജലദോഷം, ചുമ, പിന്നെ ഇത് ചെവിയിലിങ്ങനെ വെള്ളം കയറിയാൽ ഇൻഫെക്ഷനാവും, അതുകൊണ്ട് പിന്നെ ഓപ്പറേഷൻ വേണ്ടി വരുന്നു അങ്ങനെ പറയുന്നു. കർണപടം പൊട്ടി, കേൾവിക്ക് പ്രശ്നമുണ്ട്, ഓപ്പറേഷൻ വേണ്ടിവരും, ഇൻഫെക്ഷൻ വരാം, ഇതെല്ലാം അവിടെയുള്ള കിംസിലെ മാധവൻ ഡോക്ടർ പറഞ്ഞതാണ്. ആ കിംസിലെ ഡോക്ടറെയും ഈ കുട്ടിയുടെ അമ്മയും അവിശ്വസിക്കുകയാണോ പിട്ടിയെ? അങ്ങനെ ഒരു അവിശ്വാസം ഇല്ല. എന്താണ് ഇപ്പോൾ കുട്ടിയുടെ മാതാവ് പറയുമ്പോഴാണ് കാര്യങ്ങൾ കൂടുതൽ. ഏതായാലും കുട്ടിക്ക് കാര്യമായ പരിക്കുണ്ട് എന്ന രൂപത്തിൽ തന്നെയാണ് മാതാവ് പറയുന്നത്. തീർച്ചയായിട്ടും തീർച്ചയായും ഈ നടന്ന ദിവസം പിറ്റേ ദിവസമാണ് നമ്മൾ പിന്നെ കുട്ടിയുടെ രക്ഷിതാക്കളെ കാണാൻ വേണ്ടി പോയത്. അന്ന് ഒരു പ്രാഥമിക ടെസ്റ്റ് നടത്തിയാണ് കുട്ടിയുടെ രക്ഷിതാക്കൾ തിരിച്ചു വന്നത്. പിന്നീടാണ് കൂടുതൽ ടെസ്റ്റിന് വേണ്ടി അങ്ങോട്ട് പോയത്. അതിനുശേഷം PTA എന്ന രൂപത്തിൽ രക്ഷിതാവിനെ കാണാൻ വേണ്ടി പോയില്ല. ഇനി പോകുമോ? തീർച്ചയായും പോകും. ശരി, ശ്രീ അബ്ദുൾ മജീദ്, അന്വേഷണം ഉണ്ടാകും. എനിക്കറിയില്ല എന്ത് നടപടിയായിരിക്കും പ്രധാന അധ്യാപകനെതിരെ എടുക്കുക എന്നുള്ളത്. പക്ഷേ ഇതിൽ ആത്മാഭിമാനത്തിനൊരു പ്രശ്നം കൂടിയുണ്ട്. 10ാം ക്ലാസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഫോർമേറ്റീവ് ഇയേഴ്സ് ആണ്. അവിടെയാണ് അവൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും, അവൻ്റെ കൂടെ അവൻ്റെ സുഹൃത്തുക്കളുടെ എല്ലാവരുടെയും മുൻപിൽ വെച്ചാണ് അവൻ അപമാനിതനായിരിക്കുന്നത്. അവൻ ചെയ്ത തെറ്റെന്താണെന്ന് പോലും അവൻ അറിയുന്നുണ്ടാവില്ല. അവൻ പറയുന്നതനുസരിച്ചാണെങ്കിൽ അവിടെ ചരലുണ്ട്, അതിൽ ചവിട്ടുമ്പോൾ വീഴാൻ പോകുന്നു. അപ്പോൾ അതൊന്ന് മാറ്റാൻ ശ്രമിച്ചു. അത് മാത്രമേ അവൻ ചെയ്ത തെറ്റുള്ളൂ അവൻ്റെ ഭാഷ്യത്തിൽ. അപ്പോൾ അവൻ്റെ സുഹൃത്തുക്കൾക്കും അവൻ്റെ അധ്യാപകർക്കും മുന്നിലാണ് അവൻ അപമാനിതനായിട്ടുള്ളത്. അത് അങ്ങനെയുള്ള ഒരു പ്രധാന അധ്യാപകനുമല്ല, പ്രധാന അധ്യാപകനാണ്, HM ആണ്. അങ്ങനെയുള്ള ആളുകളെയൊക്കെ ഇനിയും അവിടെ തുടരേണ്ടതുണ്ടോ? അതിൽ ആ രക്ഷിതാവിൻ്റെ പ്രതികരണം കേട്ടപ്പോൾ ആ കുട്ടിക്ക് കാര്യമായ ഡയഫ്രത്തിന് അപകടം പറ്റിയിട്ടുണ്ട്, കർണപടത്തിന് അപകടം പറ്റിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായിട്ടും അവിടുത്തെ അഡ്മിഷൻ അതുപോലെ തന്നെ അധ്യാപകരും ഈ PTA കമ്മിറ്റിയും ഒക്കെ ചെയ്യേണ്ടിയിരുന്നത് ആ കുട്ടിക്ക് കൃത്യമായ ചികിത്സ ലഭ്യമാക്കുന്നതിനുള്ള ഇടപെടലുകളാണ് നടത്തേണ്ടിയിരുന്നത്. അതിന് പുറമെ അതിന് പകരം അവർക്ക് പണം കൊടുത്ത് കേസൊതുക്കാനുള്ള നീക്കവുമായി മുന്നോട്ട് പോയി എന്നുള്ളത് ഒരു ശരിയായ കീഴ്വഴക്കമായിട്ട് നമുക്ക് തോന്നുന്നില്ല. പിന്നെ അതോടൊപ്പം തന്നെ ഒരു കുട്ടിയെ നമ്മൾ പിന്നെ ശിക്ഷിക്കുമ്പോൾ ആ ശിക്ഷിക്കാനുള്ള കാരണമെന്ത് എന്ന് ആ കുട്ടിയെ ബോധ്യപ്പെടേണ്ടത് കൂടിയുണ്ട്. ഇവിടെ പിന്നെ ചോദിച്ചതുപോലെ തന്നെ ആ കുട്ടി ചരൽ കാലുകൊണ്ട് നീക്കി എന്നൊരു കുറ്റമാണെങ്കിൽ ആദ്യം പിന്നെ തൻ്റെ വികാര പ്രകടനം പ്രകടിപ്പിക്കുന്നതിന് മുമ്പ് ഈ കുട്ടിയോട് എന്താണ് നീ ചെയ്യാൻ കാരണം, എന്താണ് അതിൻ്റെ വസ്തുത എന്നുള്ളൊരു അന്വേഷണം നടത്തിയിട്ട് വേണം ഒരു ശിക്ഷാ നടപടികളിലേക്ക് കടക്കാൻ. അതിൽ എന്തായാലും ഹെഡ്മാസ്റ്റർ ഭാഗത്ത് നിന്ന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നാണ് പിന്നെ നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ എന്തായാലും ഡിപ്പാർട്ട്മെൻറ്റ് നമുക്കറിയാം, തേവലക്കര സ്കൂളിൽ ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് വൈദ്യുതാഘാതമേറ്റ് കുട്ടി മരണപ്പെട്ടപ്പോൾ സത്യത്തിൽ അത് ഹെഡ്മാസ്റ്റർക്ക് ഒരു ഉത്തരവാദിത്വമില്ല, അവിടുത്തെ പ്രഥമാധ്യാപകർക്ക് ഒരു ഉത്തരവാദിത്വമില്ല. സത്യത്തിൽ അത് നിർമ്മിച്ച PWDയും അതുപോലെ തന്നെ അതിൻ്റെ ഫിറ്റ്നസ് കൊടുത്ത വകുപ്പുകൾക്കും അതുപോലെ മാനേജ്മെൻറ്റിനൊക്കെ ഉത്തരവാദിത്തമുള്ള ഒരു കാര്യത്തിന് പോലും യാതൊരു അന്വേഷണവും കൂടാതെ വളരെ പെട്ടെന്ന് ഹെഡ്മാസ്റ്റർക്കെതിരെ നടപടിയെടുക്കുകയായിരുന്നു സർക്കാർ ചെയ്തിരുന്നത്. ആ സാഹചര്യത്തിൽ ഈ രീതിയിലുള്ള ഒരു സമീപനം ഹെഡ്മാസ്റ്റർ ഭാഗത്തുനിന്ന് വന്നപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു നടപടി പിന്നെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കുട്ടികളെ എന്ത് തന്നെ പറഞ്ഞാലും നമ്മുടെ വിദ്യാലയത്തിൽ വരുന്ന കുട്ടികൾ അത് നമ്മുടെ മക്കളാണ്.
അവരെ നമ്മുടെ മക്കളെ ഏതുപോലെ നമ്മൾ പരിപാലിക്കുന്നോ അതുപോലെ പരിപാലിക്കാനുള്ള ഒരു മനസ്സ് അധ്യാപക സമൂഹത്തിന് ഉണ്ടാകേണ്ടതുണ്ട്. അതിൽ വീഴ്ച വരുന്നത് ഒരു ശരിയായ സമീപനമല്ല എന്നുള്ളത് തന്നെയാണ് സൂചിപ്പിക്കാനുള്ളത്. ശ്രീ എം മാധവൻ, അവസാനമായ ഒരു കാര്യം ചോദിച്ചോളൂ. ഇപ്പൊ അമ്മ പറഞ്ഞു ഒരു പക്ഷേ അവന് കേൾവിക്ക് പ്രശ്നമുണ്ട്, ഒരു പക്ഷേ ഓപ്പറേഷൻ വേണ്ടി വരുമെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ PTA ഈ കുടുംബത്തിനൊപ്പം നിൽക്കുമോ? ഇന്ന് നോക്കൂ, എല്ലാ സ്കൂളുകളിലും ഓണപരീക്ഷ തുടങ്ങിയ ദിവസമാണ്. അഭിനവ് ഒരു പക്ഷേ സ്കൂളിലേക്ക് വന്നിട്ടുണ്ടാവില്ല, പരീക്ഷ എഴുതാൻ അവന് കഴിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പം PTA അവന്റെ കൂടെ ഉണ്ടാകുമോ? തീർച്ചയായും PTA ആദ്യഘട്ടത്തിൽ തന്നെ ഇപ്പോഴും ആ കുട്ടിയുടെ ഒപ്പം തന്നെയാണ്. എല്ലാ തരത്തിലുള്ള സഹായത്തിനും PTA കമ്മിറ്റി ഉണ്ടാവും. ശരി, വളരെയധികം നന്ദി ശ്രീ എം മാധവൻ, അതോടൊപ്പം തന്നെ ശ്രീ അബ്ദുൾ മജീദ് നമുക്കൊപ്പം അതിഥികളായി ചേർന്നതിന്. എന്തായാലും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഈ വിഷയത്തിൽ കാര്യക്ഷമമായി തന്നെ ഇടപെട്ടിട്ടുണ്ട്, അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്, ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ആ കുഞ്ഞിന്റെ പ്രതികരണം നമ്മൾ കേട്ടതാണ്. അവിടെ ഒരു പുതിയ കെട്ടിടത്തിന് നിർമ്മാണം നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി അവിടെ പലതരത്തിൽ കല്ലും മണ്ണും ഒക്കെ അടിച്ചിട്ടുണ്ട്. അതിൽ ഏതോ ഒന്നിൽ ചവിട്ടി വീഴാൻ പോയി. ആ സമയത്ത് അതൊന്നും അവിടെ നിന്ന് അവന്റെ കാലുകൊണ്ടൊന്ന് തട്ടി മാറ്റി. അത് മാത്രമേ അവൻ ചെയ്തിട്ടുള്ളൂ. അതിനാണ് എല്ലാ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും മൊത്തം സ്കൂളിന്റെ മുൻപിൽ വെച്ച് ഇങ്ങനെ ഈ ഒരു പീഡനം അവൻ നേരിട്ടത്. നടപടി ഉണ്ടാകേണ്ടതാണ്. അതുണ്ടാകും വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്.